നമസ്കാരം സാറേ. ഞാൻ ഈ വീഡിയോ എന്തിനാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പം നിലവിലെ നമ്മുടെ സ്റ്റാറ്റസും കുറച്ച് ഇൻപുട്ടും കൂടെ ആവശ്യമുണ്ട്. ആ ആ കാര്യങ്ങളെപ്പറ്റി അറിയാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഒരു ചെറിയ വീഡിയോ ആയിട്ടാണ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ സ്കെച്ച്. നമ്മൾ അവിടെ വന്ന് മെഷർമെൻ്റ് എടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഡിസൈൻ ചെയ്തതാണ് നമ്മുടെ സൈറ്റ്. അപ്പം ഇവിടെ നമ്മൾ ആദ്യം ഉദ്ദേശിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അന്ന് നമ്മൾ സംസാരിച്ചപ്പം ഈ സ്പേസ് യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ള രീതിയിലാണ് ഉദ്ദേശിച്ചത്. അവിടെ ആ സ്പേസ് യൂട്ടിലൈസ് ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സപ്ലൈ, അതായത് നമുക്ക് ഒന്ന് സപ്ലൈ ഡക്റ്റും ഒന്ന് റിട്ടേൺ ഡക്റ്റും. ഈ റിട്ടേൺ എയർ എടുക്കുമ്പോഴേ അതിന് സപ്ലൈ ചെയ്യാനുള്ള സോഴ്സ് ഉള്ളൂ. അപ്പോൾ റിട്ടേൺ എയറിനകത്ത് അവിടെ കുറേ ഇഷ്യൂസസ് ഉണ്ടായിരുന്നു. നമുക്ക് അതേപോലെ തന്നെ ഈ ഒരു സൈഡ് മാത്രം ഉള്ള ആൾക്കാർക്ക് നമുക്ക് സപ്ലൈ ചെയ്യാമെന്നല്ലാതെ അപ്പുറത്തെ സൈഡിലുള്ള ആൾക്കാർക്ക് സപ്ലൈ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നമ്മൾ വലിയ ടണ്ണേജ് ഒറ്റ മെഷീനോ അല്ലെങ്കിൽ 2 മെഷീനൊക്കെ ഉദ്ദേശിച്ചു. പക്ഷെ അതൊന്നും പിന്നീടുള്ള നമ്മളുടെ ഒരു ഇവാലുവേഷനകത്തൊന്നും അത് ശരിയായില്ലായിരുന്നു. അങ്ങനെ നമ്മൾ ഫൈനലി ഇതിൻ്റെ ഡക്റ്റ് കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നാണ് കൊണ്ടുപോകുന്നത്. നമ്മൾക്ക് ഈ സ്പേസിൽ, അതായത് ഇവിടെ നിന്നാണ് ഡക്റ്റ് പോകുന്നത്. അപ്പുറത്തെ ഓപ്പോസിറ്റ് സൈഡിലും അതേപോലെ തന്നെ വരും. രണ്ട് സൈഡിലും പുറത്തിരുന്ന് ഏകദേശം ഇവിടെ ഇരുന്ന് സപ്ലൈ പോകുന്ന പോലെയാണ് ഇതിൻ്റെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഡിസൈനിലോട്ട് ലാസ്റ്റ് എന്തുകൊണ്ടാണ് വീണ്ടും ഇതെന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ഹീറ്റ് ലോഡ് കാൽക്കുലേഷനൊക്കെ നേരത്തെ നമ്മൾ ഇതാണ് ഈ ഹീറ്റ് ലോഡ് കാൽക്കുലേഷൻ എന്ന് പറയുന്നത്. ഇത് നമുക്ക് എത്ര സ്ക്വയർ ഫീറ്റ്, എത്ര ക്യൂബിക് ഫീറ്റ്, ആംബിയൻ ടെമ്പറേച്ചർ, എത്ര ആൾക്കാർ, 340, നമ്മൾ അൾത്താരയ്ക്ക് ഒരു 10 പേര്, അങ്ങനെ മൊത്തം 350 എന്നുള്ള കാൽക്കുലേഷനകത്ത് ഇത് നമ്മുടെ പ്രയർ ഏരിയ ഈ പ്രയർ ഏരിയക്ക് 30 ടണ്ണും അൾത്താരയ്ക്ക് 3.5 ടണ്ണ്, 4 ടണ്ണുണ്ട്. ഈ 4 ടണ്ണിൻ്റെ നമ്മളൊരു സ്റ്റാൻഡിങ് മോഡൽ വെക്കുകയാണ് എന്നുള്ളതാണ്. കാരണം അവിടെ നമുക്ക് വേറെ ഒരു രീതിയിലും പല രീതിയിൽ നോക്കി സീലിങ്ങിൻ്റെ മേളിലൊക്കെ നമുക്ക് പുതിയതായിട്ട് വരുന്ന സീലിംഗ് അൾത്താരയിലൊന്നും ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. ഡിഫ്യൂസർ എന്നും പറഞ്ഞൊരു സാധനമുണ്ട്. ഇതാണ് ഡിഫ്യൂസർ. ഈ ഡിഫ്യൂസർ സ്റ്റൈല് നമുക്ക് ചെയ്യാൻ പറ്റുമോ സീലിങ്ങിൽ എന്നുള്ള രീതിയിലൊക്കെ ഉദ്ദേശിച്ചു. എല്ലാത്തിനകത്തുള്ള പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, മെഷീന് ഒന്ന് പുറത്താണ് വരുന്നത്. അതായത് ഈ ബിൽഡിങ്ങിനകത്തല്ല നമ്മുടെ കൂളിംഗ് ഫാൻ കോയിൽ വരുന്നത്, അത് മുറിയുടെ പുറത്താണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് റിട്ടേൺ കറക്റ്റായിട്ട് കൊടുത്തില്ലെങ്കിൽ ഇതിന് സപ്ലൈ ചെയ്യാനുള്ള എയർ കാണത്തില്ല, അല്ലെങ്കിൽ CFM കാണത്തില്ല. ഇപ്പം എന്താണ് ഈ ലാസ്റ്റ് വേണ്ട ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ, ഈ ഔട്ട്ഡോറിൻ്റെ എല്ലാം ഇപ്പം ഇതാണ് സാർ നമ്മുടെ വാതിൽ. ഇവിടെ ഒരു വാതിലുണ്ട്, ഇവിടെ ഒരു വാതിലുണ്ട്. ഇതിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് ഒരു ഇതുണ്ട്. നമുക്ക് ഒരു എൻട്രൻസിന് വേണ്ടി സ്റ്റെപ്പും അതേപോലെ തന്നെ അവിടെ നിൽക്കാനുള്ള സൗകര്യമുണ്ട്. അപ്പം ഇവിടെ വന്ന പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, ഇന്നലെ വൈകുന്നേരത്തേക്ക് അത് വന്നപ്പം ലാസ്റ്റ് നമ്മൾ ഈ വയറിങ്ങും, ഇതാണ് നമ്മൾ അന്ന് പുറത്തെടുത്ത വീഡിയോ. ഈ പുറത്തെടുത്ത വീഡിയോക്കകത്ത് മഴയല്ലായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഫോട്ടോ എടുത്തത്. ഇതുണ്ടോ, ഇതാണ് നമുക്ക് ഈ കാണാൻ പറ്റുന്നുണ്ടോ? ഇതാണ് നമ്മൾ ഈ ഇൻഡോറ് ഔട്ട്ഡോറും എല്ലാം വെക്കാമെന്ന് പറഞ്ഞ് ഉദ്ദേശിച്ച സ്ഥലം. ഇത് മൊത്തം നമുക്ക് വന്നിട്ട് 4 മെഷീനായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണ്. ഒരു 6 ടണ്ണിൻ്റെ ഒരു മെഷീൻ ഒരു സൈഡ്, 9 ടണ്ണിൻ്റെ ഒരു മെഷീൻ ഒരു സൈഡ്, അപ്പം 15 ടണ്ണ്. അപ്പുറത്തെ സൈഡിലും ഈ പറഞ്ഞ പോലെ 6 + 9 15. അപ്പോൾ അങ്ങനെയാണ് ഡക്റ്റ് പോകുന്നത്. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലോട്ട് പിന്നീട് വരാം.
ഇപ്പോഴത്തെ എന്നാ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ഫോട്ടോയിൽ ഒരു കൂര പോലെയാണ് ചെയ്തിരിക്കുന്നത്. അതായത് ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോമാണ്. ആ ഫ്ലാറ്റ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോം ആണോ അതോ ഇത് ഇങ്ങനെ ചെരിച്ച് തന്നെ വാർത്തിരിക്കുന്ന സ്ഥലമാണോ? ഇങ്ങനെ ചെരിച്ച് തന്നെ വാർത്തിരിക്കുന്ന സ്ഥലമാണെങ്കിൽ പിന്നെ ഈ പ്ലാറ്റ്ഫോം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഈ പ്ലാറ്റ്ഫോമിന് പകരം നമ്മൾ പിന്നെ സി ചാനലിൽ തന്നെ മെഷീന് പുറത്ത് നിർത്തുക. അപ്പം അത് ഞാൻ അതിൻ്റെ ഒരു ജസ്റ്റ് ഒരു ഫോട്ടോയോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു അന്ന് മഴ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ പുറത്ത് ഒരു 4-5 ഫോട്ടോയും കൂടെ എടുത്തിട്ടേ പോകത്തുള്ളായിരുന്നു. അപ്പോൾ അവിടെയാണ് ഇപ്പം കുരുങ്ങി നിൽക്കുന്നത്. അപ്പം അതിനു വേണ്ടിയാണ് ഈ വീഡിയോ ശരിക്കും ചെയ്തത്. അപ്പോൾ സാറ് അത് ഒന്ന് മനസ്സിലാക്കിയിട്ട് എനിക്കൊന്ന് റിപ്ലൈ ചെയ്യുവാണെങ്കിൽ വളരെ ഉപകാരമായിരുന്നു. ഓക്കെ, താങ്ക് യു സാർ.